ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താ മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷനാണ്. സൗണ്ട്സ് വഴിയും സിമ്പിൾസ് വഴിയാണ് നമ്മുടെ ലാംഗ്വേജിൻ്റെ ഒറിജിൻ എന്ന് പറഞ്ഞു. ഈ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഫസ്റ്റ് പ്ലെയിൻ ഓഫ് ലാംഗ്വേജ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം കുഞ്ഞു കുട്ടികൾ വീട്ടിൽ നിന്ന് തന്നെ പഠിച്ചിട്ടാണ് വരുന്നത്. അവർക്ക് വെർബൽ ടോക്കിംഗ് ഉണ്ട്. അതായത് അവർക്ക് കാര്യങ്ങളെല്ലാം പറയാനറിയാം. പക്ഷേ അത് കറക്റ്റായിട്ട് സ്ട്രക്ചറായിട്ടോ അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലായിട്ടോ കുട്ടികൾക്കത് പറയാൻ പറ്റുന്നില്ല. ഫസ്റ്റ് പ്ലെയിൻ ഓഫ് ഇതെന്ന് പറയാം. അതായത് ഒരു 3 വയസ്സ് വരെയുള്ള കുട്ടികൾ ഫസ്റ്റ് നമ്മളൊക്കെ അറിയാം, അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം അവർ ഒരു വേർഡായിരിക്കും പറയുന്നത്. അമ്മ, അപ്പ, അച്ഛൻ, അല്ലെങ്കിൽ ചേട്ടൻ, അങ്ങനെയുള്ളത്. അതിനുശേഷം പിന്നെ വരെ നടത്തുന്നതാണ് കുറച്ചും കൂടി ഒരു 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികളുടെ ലാംഗ്വേജ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ആണ്. അത് അവർ കേൾക്കുമ്പോൾ അതെന്താണ് അവർ മനസ്സിലാക്കുകയാണ്. അവർക്കുടെ സെൻസിറ്റീവ് പീരീഡിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയാണ് അവർക്കുടെ മൈൻഡ്. അവർക്കുടെ ചുറ്റുപാട് എന്തൊക്കെയാണ് എന്ന് മറ്റുള്ളവരെന്ത് പറയുന്നു അല്ലെങ്കിൽ ചുറ്റുപാടിൽ നിന്ന് അവർ ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് പ്ലെയിൻ ഓഫ് പീരീഡ് ലാംഗ്വേജ് കംപ്ലീഷനിൽ വരുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ ചേട്ടൻ, അച്ഛൻ, അമ്മ അങ്ങനെ 1 വേർഡാണ്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ അവരത് കുറച്ചും കൂടി ഡെവലപ്ഡായി അവർക്കുടെ ലാംഗ്വേജ്. ചേട്ടൻ വന്നു, അമ്മ വന്നു, അതും കംപ്ലീറ്റ് സ്ട്രക്ചർ ആയിട്ടില്ല സെൻറ്റൻസ് അല്ലേ. ഒരു 3 വയസ്സ് വരെയുള്ള ഒരു കുട്ടികളിൽ നമ്മൾ കാണുന്ന ഒരു ഫോർമാറ്റ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് അനുസരിച്ചിട്ട് ലാംഗ്വേജിനെ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഓറൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും റിട്ടൺ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും ഉണ്ട്. ഈ ഓറൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടി എന്താ അബ്സോർബ് ചെയ്തു എന്നുള്ളതാണ് ഈ ഓറൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. മരിയ മോണ്ടിസോറി ഓറൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനെ 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. എൻറിച്ച്മെൻറ്റ് വൊക്കാബുലറി എക്സസൈസ് എന്നും ലാംഗ്വേജ് ട്രെയിനിങ് എന്നും പറഞ്ഞ് 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ എൻറിച്ച്മെൻറ്റ് വൊക്കാബുലറി പ്രോഗ്രാമിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്? അതായത് കുട്ടിയുടെ വൊക്കാബുലറി എന്ന് പറയുന്നത് എന്താ? വേർഡ്സ് നമുക്കറിയാം. കൂടുതലായിട്ട് ന്യൂ വേർഡ്സ് കിട്ടിയാലാണ് നമുക്ക് പുതിയ പുതിയ സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുട്ടികൾ പഠിക്കുന്നത് ഡെയിലി നമ്മൾ ഒരു ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളായിരിക്കും കൂടുതലും എൻറിച്ച്മെൻറ്റ് വൊക്കാബുലറി ബിൽഡിങ്ങിൽ വരുന്നത്. ഫോർമൽ ലെസൺസ് നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടാണെങ്കിലും നമ്മൾ ഡെയിലി എന്ത് പറയുന്നു? അമ്മ വന്നു, അച്ഛൻ വന്നു, ചായ കുടിച്ചു, ചോറുണ്ടു, അങ്ങനെയുള്ള കുറേ സെൻറ്റൻസുകൾ. അല്ലെങ്കിൽ ക്ലാസ്സിലാണെങ്കിൽ ഗുഡ് മോർണിംഗ്, ഗ്രീറ്റിങ്സ്, വിഷിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ആയിരിക്കും എന്ത് ഫോർമൽ ലെസൺസിൽ വരുന്നത്, വൊക്കാബുലറി ഡെവലപ്മെൻറ്റിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് ഡെവലപ്മെൻറ്റ് എക്സസൈസിൽ വരുന്ന ഫസ്റ്റ് എക്സസൈസാണ് ഒബ്ജക്റ്റ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള ഒബ്ജക്ട്സിൻ്റെ എൻവയോൺമെൻറ്റിലുള്ള ഒബ്ജക്ട്സും അതിനെ റിലേറ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ പേരുകളും പറയുക എന്നുള്ളത്. ഇപ്പം നമ്മളിത് എങ്ങനെയായിരിക്കും ഒരു മോണ്ടിസോറി ക്ലാസ്സുകളിൽ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മോണ്ടിസോറി ക്ലാസ്സുകളിൽ ഫസ്റ്റ് നമ്മൾ കുട്ടികളെ ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം മിസ് എന്താണോ ചെയ്യാൻ പോകുന്നത് പറയും. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികളെ ഗ്രൂപ്പായിട്ടാണ് തിരിക്കുന്നത്. കുട്ടികളെ ഗ്രൂപ്പായിട്ട് തിരിച്ച് നമ്മൾ എന്ത് ആക്ടിവിറ്റിയാണോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത് ഫ്ലോറ്, വാള്, ചെയർ. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒബ്ജക്ട്സ് എന്ന് പറയുന്നത്. ചെയറ്, വാള്, ഫ്ലോറ്. ഇപ്പോൾ നമ്മളിപ്പം കുട്ടികളെ ഇൻവൈറ്റ് ചെയ്തു, ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ട് സിറ്റ് ചെയ്യിച്ചു ഫ്ലോറിൽ. അന്നേരം നമ്മൾ ടച്ച് ചെയ്തിട്ട് പറയണം കുട്ടികളോട് ദിസ് ഈസ് എ ഫ്ലോർ. ദെൻ അവരോട് എഴുന്നേറ്റ് നിൽക്കാൻ പറയാം. ദെൻ സിറ്റ് ഓൺ ദ ഫ്ലോർ. ഫ്ലോറിൽ ഇരിക്കാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഫ്ലോർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് കുട്ടി എന്തായി പഠിച്ചു. ഓക്കെ, ഇത് ഫസ്റ്റ്. ഇനി വാളെന്ന് പറയുമ്പോഴും നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ നമ്മുടെ ക്ലാസ്സിൽ ഒരു 20 കുട്ടി ഉണ്ടെങ്കിൽ നമ്മൾ 5 ഇതായിട്ടുള്ള 4 ഗ്രൂപ്പ് ആക്കുക. അപ്പോൾ എന്നിട്ട് 5 കുട്ടികളെ നമ്മുടെ സർക്കിളിലിരുത്തി ടീച്ചർ സെൻറ്ററിൽ ഇരിക്കുക. അതിനുശേഷം കുട്ടികളോട് പറയുക ദിസ് ഈസ് ദ ഫ്ലോർ. ദെൻ യു ടച്ച് ദ ഫ്ലോർ, സിറ്റ് ദ ഫ്ലോർ. ഓക്കെ, ഈ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ ഈ ഒരു ഒബ്ജക്ട്സ് ഓൺ ദ എൻവയോൺമെൻറ്റ് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പം നെക്സ്റ്റ് വരാൻ നേരത്തെ വാളാണെങ്കിൽ യു ജസ്റ്റ് മൂവ് ത്രൂ ദ ക്ലാസ് ആൻഡ് ടച്ച് ദ വാൾ. എന്തായാലും നമ്മൾ 3 times റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ, ആ ഒരു ഫോർമാറ്റിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ
കുട്ടികൾക്ക് ഒബ്ജക്ട്സിൻ്റെ എൻവയോൺമെൻറ്റ് പരിചയപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതുതായിരിക്കും, നമ്മുടെ ക്ലാസ്സിൽ പലതരത്തിലുള്ള കുട്ടികളുണ്ടാകും. ചിലപ്പോൾ കുറച്ച് സംസാരം കുറവ് അങ്ങനെയുള്ള കുട്ടികളൊക്കെ വരുമ്പോൾ അവർക്ക് കൂടുതലായിട്ടും വാക്കുകൾ കിട്ടില്ല. അതെന്ന് വെച്ചാൽ അവർക്കടെ മിംഗ്ലിംഗ് പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ ലിസണിങ് പ്രശ്നമായിരിക്കാം. അപ്പോൾ നമ്മൾ വീണ്ടും കുട്ടിയെ കൊണ്ട് അത് നമ്മൾ ചെയ്യുമ്പോൾ 2 കാര്യം അറ്റ് എ ടൈം ചെയ്യുകയാണ്, വിഷ്വൽ ആൻഡ് ടാക്റ്റൈൽ. തൊടുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ വിഷ്വലി കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോടുകൂടി നമ്മുടെ സെൻസറി ഡെവലപ്മെൻറ്റ് നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുട്ടി എന്തായാലും ഗ്രാസ്പ് ആവും. ഇതാണ് മെയിനായിട്ട് വരുന്നത്. അതാണ് മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, ഇതാണ് ഫസ്റ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. ദെൻ നെക്സ്റ്റ് ദ സെൻസോറിയൽ മെറ്റീരിയൽസ്. സെൻസോറിയൽ മെറ്റീരിയൽസ് നമ്മൾ പഠിച്ചു അല്ലേ? കുറേ സെൻസോറിയൽ മെറ്റീരിയൽസ് ഉണ്ട്, പിങ്ക് ടവർ, ബ്രൗൺ സ്റ്റേഴ്സ് അങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പോൾ വെച്ചിട്ട് കുട്ടികൾക്ക് ലെസൺ ഉണ്ട്. ഇപ്പോൾ സെൻസോറിയൽ ഡെവലപ്മെൻറ്റ് വരാൻ നേരത്തെ നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു വൊക്കാബുലറി ബിൽഡിങ്. അപ്പോൾ നമ്മുടെ എന്ത് വരും, ഈ പറഞ്ഞിരിക്കുന്ന ഒബ്ജക്ട്സ് എന്നുള്ള മാറിയിട്ട് എന്തായാലും ജസ്റ്റ് നൗൺ ആവും. നൗൺ എന്ന് വെച്ചാൽ എന്താ, പേര്, ഒരു വസ്തുവിൻ്റെ പേര്, അത് നമുക്കറിയാം. അതുപോലെ തന്നെ അതിൻ്റെ കമ്പാരിറ്റീവ്സും സൂപ്പർലേറ്റീവ്സും കൺസെപ്റ്റിലേക്ക് നമ്മൾ പോകും. അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്, തിൻ, തിന്നർ, തിക്കസ്റ്റ്, ഈ ഒരു കൺസെപ്റ്റ്. അങ്ങനെ ഓരോ അപ്പാരറ്റസിൻ്റെയും ബിഗ്, സ്മോളർ അങ്ങനെയുള്ള കൺസെപ്റ്റുകൾ നമ്മൾ പഠിച്ചു. ഇതെല്ലാം എന്താണ്, നൗൺസ് ആണ്, പേരുകളാണ്. ഒന്നിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമുക്ക് പറയാം അഡ്ജക്റ്റീവ്സ് എന്ന് പറയാം. നമ്മൾ ഒന്നിനെ എന്താണ് കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. കാണില്ലേ, നാമവിശേഷണം. ഒരു പേരുണ്ടെങ്കിൽ ആ പേരിനെ വിശേഷിപ്പിച്ച് പറയണം. അപ്പോൾ നമ്മുടെ കുട്ടി എന്ത് പറയണം, ദിസ് ഈസ് എ ബിഗ് ബോയ്. അപ്പം നമ്മുടെ നമുക്ക് പറയാം അഡ്ജക്റ്റീവ്സ് എന്ന് പറയാം. നമ്മൾ ഒന്നിനെ എന്താണ് കുറച്ചും കൂടി ഭംഗിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് അഡ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ. കാണില്ലേ, നാമവിശേഷണം. ഒരു പേരുണ്ടെങ്കിൽ ആ പേരിനെ വിശേഷിപ്പിച്ച് പറയണം. അപ്പോൾ നമ്മുടെ കുട്ടി എന്ത് പറയണം, ദിസ് ഈസ് എ ബിഗ് ബോയ്. അപ്പം നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞേക്കുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞേക്കുണ്ടെങ്കിൽ ബുക്കാണ്. അപ്പോൾ സെക്കൻഡ് വൊക്കാബുലറി ഡെവലപ്മെൻറ്റിലേക്ക് വരാൻ നേരത്തെ എന്താവും, ദിസ് ഈസ് എ ബിഗ് ബുക്ക്. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ബുക്കായി, പക്ഷെ അവർക്കിടെ വൊക്കാബുലറി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സെക്കൻഡ് ലെവലിലേക്ക് വന്നു. എന്താ കുട്ടി എന്ത് കൺസെപ്റ്റ് അവിടെ പഠിച്ചു, ഒരു വേർഡ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ നൗൺ പഠിച്ചു, നാമവിശേഷണം പഠിച്ചു, ബിഗ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കുട്ടി എന്താ, ബിഗ് ബുക്ക്. സെക്കൻഡ് വന്നപ്പോൾ ബിഗ് ബുക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സെൻസോറിയൽ മെറ്റീരിയൽസ് ഉപയോഗിക്കുക എന്നാണ് മോണ്ടിസോറി പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ക്ലാസിഫൈഡ് കാർഡ്സ്. പലതരത്തിലുള്ള കാർഡ്സുകൾ, ഫ്ലാഷ് കാർഡുകൾ അല്ലെങ്കിൽ പിക്ചർ കാർഡുകളൊക്കെ. നെക്സ്റ്റ് വൺ ഈസ് അബൌട്ട് ദ ക്ലാസിഫൈഡ് കാർഡ്സ്. കാർഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ, ഫ്ലാഷ് കാർഡുകളുണ്ട്, പിക്ചർ കാർഡുകളുണ്ട് അല്ലേ? അപ്പം ഈ ഒരു കാർഡുകൾ യൂസ് ചെയ്യുമ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു, ഇതുപോലെ തന്നെ പിക്ചർ ഐഡൻറ്റിഫിക്കേഷൻ റെക്കഗ്നൈസേഷനോടെ കുട്ടി വേർഡ്സ് മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമുക്കിടെ സൈറ്റ് വേർഡ്സുകളായിട്ടുള്ള വാക്കുകൾ, ദിസ്, ദാറ്റ്, ദോസ്, ഇതെല്ലാം എന്താണ്, സൈറ്റ് വേർഡുകളാണ്. കുട്ടി കണ്ട് അബ്സോർബ് ചെയ്ത് കുട്ടിയുടെ മൈൻഡിലുണ്ടാവും. ദെൻ പിന്നെ ആ കുട്ടി അത് കാണാൻ നേരത്തെ എന്താ, ഓൾറെഡി കുട്ടിക്ക് മനസ്സിലാവും ആ ഒരു വേർഡ് ദിസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ തേർഡ് ഡെവലപ്മെൻറ്റ് ഏരിയ അല്ലെങ്കിൽ തേർഡ് എക്സസൈസിലൂടെ കുട്ടി കുറച്ചും കൂടി എന്തായി, നന്നായിട്ട് അവർക്കടെ സ്പീക്കിങ് നന്നാക്കുകയാണ്. അപ്പോൾ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ എങ്ങനെയാണെന്ന് അവർ മനസ്സിലാക്കാൻ പഠിക്കുന്നു. ദിസ് ഈസ് ആൻ ആപ്പിൾ. ഓക്കെ, ഈ ഒരു ഫോർമാറ്റിലേക്ക് വരുന്നവർക്ക് കാർഡ്സുകളൊക്കെ യൂസ് ചെയ്യാൻ നേരത്തെ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ നോമൻകൾച്ചർ കാർഡ്സ്. അതായത് പേര്, നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ പേരുകൾ വെച്ചിട്ടുള്ള കാർഡുകൾ ഉണ്ടാവും. അതായത് പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിൽ പ്ലാന്റിൻ്റെ പേരുകൾ മാത്രമായിട്ടുള്ള, ഫ്ലവേഴ്സിൻ്റെ പേരുകൾ മാത്രമായിട്ട്, അങ്ങനെ നോമൻകൾച്ചർ കാർഡ്സുകൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ്, വൊക്കാബുലറി ബിൽഡപ്പ് സംഭവിക്കുന്നു. അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻഷിപ്പ് വരുന്ന കാർഡുകളും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ലാംഗ്വേജിൽ എൻറിച്ച്മെൻറ്റ് വൊക്കാബുലറി ബിൽഡിങ്ങിൽ വരുന്നത്. അതായത് ഒരു കുട്ടിയുടെ ഭാഷാ പ്രയോഗത്തിന് ആവശ്യമായിട്ടുള്ള വാക്കുകൾ കിട്ടണം വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ മോണ്ടിസോറി മെത്തേഡ് യൂസ് ചെയ്ത് ചെയ്യുന്നത്. ദ ഫസ്റ്റ് വൺ നമ്മൾ യൂസ് ചെയ്ത് ഒബ്ജക്ട്സ് ഓഫ് ദ എൻവയോൺമെൻറ്റ്. സെക്കൻഡ് വൺ ഈസ് അബൌട്ട് ദ സെൻസോറിയൽ മെറ്റീരിയൽ. തേർഡ് ക്ലാസിഫൈഡ് കാർഡ്സ്. ഫോർത്ത് വൺ ഈസ് ദ
കാർഡ്സ്. ഫിഫ്ത്ത് വൺ ദ വൊക്കാബുലറി ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്, അതായത് ഫാമിലി കാർഡ്സ്, ഫാദർ, മദർ, ബ്രദർ, സിസ്റ്റർ അങ്ങനെയുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽപ്പേഴ്സിൻ്റെ ഇതെല്ലാം എന്താണ് സോഷ്യൽ വർക്കിൽ വരുന്നതാണ്.